യുപിയിലെത്തി ഹിന്ദുക്കളെ മതം മാറ്റാൻ ശ്രമിച്ച മലയാളി പാസ്റ്റർ യോഗിയുടെ അഴിക്കുള്ളിലേക്ക്. രോഗം മാറ്റിത്തരാമെന്ന് പ്രലോഭനം, പക്ഷേ മാറ്റിയതാകട്ടെ രോഗിയുടെ മതമാണ്. യുപി പോലീസിന്റെ സംയോജിതമായ ഇടപെടലിലൂടെ തന്നെ ഇയാളെ അറസ്റ്റ് ചെയ്യാൻ സാധിച്ചു എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വന്നിരിക്കുന്നത്. ഇപ്പോൾ നിരന്തരമാകട്ടെ ഹിന്ദുക്കളെ ഉന്നം വെച്ചുകൊണ്ട് മതം മാറ്റുന്നതിനായി തന്നെ ഒരു കൂട്ടം സംഘം ഇവിടെ പ്രവർത്തിക്കുകയാണ്. ഉൾഗ്രാമങ്ങൾ കേന്ദ്രീകരിച്ച് ഇവർ പ്രവർത്തനം നടത്തുന്നു. സ്വന്തം ഇഷ്ടപ്രകാരം മതം മാറുന്നതും എന്നാൽ പ്രലോഭിപ്പിച്ച് മതം മാറ്റുന്നതും തമ്മിൽ ഏറെ അന്തരമുണ്ട് എന്ന് തന്നെയാണ് ഇവിടെ വിലയിരുത്തലായി പുറത്തു വരുന്നത്. യോഗിയുടെ നാട്ടിൽ ഇത്തരം പ്രവർത്തനങ്ങൾക്കെതിരെ കർശന നടപടിയാണ് സ്വീകരിച്ചു പോരുന്നതെന്നും മനസ്സിലാക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെയാണ് യുപിയിലെ കാൺപൂരിൽ നിന്നും മതപരിവർത്തനത്തിന് ഇരയാക്കി എന്ന് ആരോപിച്ചുകൊണ്ട് 3 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തത്. ഹിന്ദുക്കളുടെ വിശ്വാസത്തെ ഇവർ ചൂഷണം ചെയ്യുകയാണ് എന്നതാണ് മറ്റൊരു വസ്തുത. ഇതിലൂടെ തന്നെ അവർ അവരുടെ ആശയങ്ങൾ ഇവരിലേക്ക് അടിച്ചേൽപ്പിക്കാൻ ശ്രമം നടത്തുന്നതായും വിലയിരുത്തുന്നു. കാൺപൂരിലെ ഘട്ട്പൂർ പോലീസാണ് മലയാളിയായ പാസ്റ്ററായ ആൽബിനെ അറസ്റ്റ് ചെയ്തത്. ഘട്ട്പൂർ പ്രദേശത്തെ നൌഗം ഗ്രാമത്തിലെ പള്ളിയിൽ വെച്ചാണ് ഇത്തരത്തിൽ മതപരിവർത്തനം നടന്നിരിക്കുന്നത്. ആൽബിനാകട്ടെ സ്വന്തമായി പള്ളി നടത്തുകയും സാമ്പത്തികമായി തന്നെ ദുർബലരായ അവിടുത്തെ ഹിന്ദുക്കളെ ക്രിസ്തു മതത്തിലേക്ക് അവിടെ ഭീഷണിയിലൂടെയും പ്രലോഭനങ്ങളിലൂടെയും അവിടെ പരിവർത്തനം ചെയ്യാൻ ശ്രമം നടത്തുകയാണ് ഉണ്ടായത്. ഫത്തേപൂർ ജില്ലയിലെ ജഹാനാബ് നിവാസിയായ മുകേഷ് കുമാറാണ് ഇത്തരത്തിൽ ആൽബിനെതിരെ പരാതി നൽകിയത്. പരാതിയുടെ അടിസ്ഥാനത്തിൽ പാസ്റ്റർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തു. അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കുകയും തുടർന്ന് ജുഡീഷ്യൽ കസ്റ്റഡിയിൽ അയക്കുകയും ചെയ്തു. ജനുവരി 13-ന് നൌഗമിലെ ഒരു വീട്ടിൽ പ്രാർത്ഥനാ യോഗം നടക്കുന്നതായി തന്നെ വിവരം ലഭിച്ചതിനെ തുടർന്നാണ് ബജ്രംഗ് ദൾ പ്രവർത്തകർ അവിടെ സ്ഥലത്തെത്തുന്നത്. അവർ ഉടൻ തന്നെ ഇത്തരത്തിൽ മതപരിവർത്തനങ്ങളെ കുറിച്ച് പോലീസിനെ അറിയിച്ചു. പോലീസ് സ്ഥലത്തെത്തി അവിടെ ഉണ്ടായിരുന്ന എല്ലാവരുടെയും വിവരങ്ങൾ ചോദിക്കുകയും അവരെ ചോദ്യം ചെയ്യൽ നടത്തുകയും ചെയ്തു. ഇതിലൂടെയാണ് പിന്നീട് ഇത്തരത്തിൽ ഒരു അറസ്റ്റ് നടപടിയിലേക്ക് എത്തിയത്. ബജ്രംഗ് ദൾ ജില്ലാ കൺവീനറായ ശുഭം ഗൗരിയ അഗ്നിഹോത്രിയാണ് ഇപ്പോൾ SP കൃഷ്ണകാന്തിന് രേഖാമൂലം പരാതി നൽകിയതും. ആൽബിനും ഭാര്യയും ഹിന്ദുക്കളെ മതം മാറ്റാൻ പ്രേരിപ്പിക്കുന്നുണ്ട് എന്ന് ആരോപിച്ചുകൊണ്ടാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. പ്രാഥമിക അന്വേഷണത്തിന് ശേഷം തന്നെ പാസ്റ്റർ ഒഴികെയുള്ള എല്ലാവരെയും പോലീസ് വിട്ടയക്കുകയും ചെയ്തിരുന്നു. മുകേഷ് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ FIR രജിസ്റ്റർ ചെയ്യുകയും അതേപോലെ തന്നെ കുറ്റക്കാരെന്ന ആരോപിതരായ പാസ്റ്റർക്കെതിരെ അവിടെ പ്രേരണാ അടിസ്ഥാനത്തിലുള്ള മതപരിവർത്തനത്തിനും ക്രിമിനൽ ഭീഷണിക്കും കേസെടുത്തതായും ഇപ്പോൾ വ്യക്തമാക്കുന്നുണ്ട്. തനിക്ക് അത്ഭുതകരമായ രോഗശാന്തി ശക്തികൾ ഉണ്ടെന്നും തന്റെ വീട്ടിൽ നടത്തുന്ന പ്രാർത്ഥനകൾക്ക് ഗുരുതരമായ ഒരു രോഗങ്ങൾ അത് ഭേദമാക്കാൻ കഴിയുമെന്നായിരുന്നു ആൽവിൻ അവിടെ അവകാശപ്പെട്ടതും. ഇത്തരത്തിൽ നാട്ടുകാർ മൊഴി നൽകിയ അടിസ്ഥാനത്തിലാണ് ഈ വിവരങ്ങൾ പുറത്തു വന്നിരിക്കുന്നത്. പല കേസുകളും ആളുകൾക്ക് അവരുടെ രോഗങ്ങൾ അവിടെ ദുഷ്ടശക്തികൾ മൂലമാണ് ഉണ്ടാകുന്നതെന്നും മതപരിവർത്തനം മാത്രമാണ് ഇതിന് ആശ്വാസം നൽകാൻ സാധിക്കൂ എന്നതായിരുന്നു ആൽബിനാകട്ടെ ഇവരെ പറഞ്ഞു വിശ്വസിപ്പിച്ചത്. മലയാളിയായ ആൽബിൻ ഏകദേശം 10 വർഷമായി തന്നെ നൌഗം പ്രദേശത്ത് താമസിച്ചു വരികയാണ്. തുടക്കത്തിൽ വാടകയ്ക്ക് താമസിച്ചിരുന്ന ആൽവിൻ പിന്നീട് സ്ഥലം വാങ്ങുകയും 2022-ൽ സ്വന്തമായി ഒരു വീട് നിർമ്മിക്കുകയും ചെയ്തു. പിന്നീട് അത് വലിയ ചർച്ചകളായി മാറുകയാണ് ഉണ്ടായത്. അതിനെല്ലാം ഒടുവിലാണ് ഇപ്പോൾ അറസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നതും. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.